തിരക്കേറിയ ഒരു കലാലയത്തില് ഒരു സുവിശേഷ പ്രാസംഗികൻ പാപത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചും ദൈവത്തോട് മറുതലിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷാവിധികളെ കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യന്റെ വിശ്വാസത്തെയും ഈ മനുഷ്യന്റെ വാക്കുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് കേൾവിക്കാരിൽ നിന്ന് ഒരു ക്രൈസ്തവ വിശ്വാസിയായ വിദ്യാർത്ഥി എഴുന്നേൽക്കുകയാണ്. അവർ പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കുറിച്ച് ഒരുപാട് മുൻവിധികളുണ്ട്, പക്ഷേ നിങ്ങളുടെ എല്ലാ മുൻവിധികളും ക്രിസ്ത്യാനികളെ കുറിച്ച് ശരിയായിട്ട് ഉള്ളതല്ല, അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും നിങ്ങൾ പറയുന്നത് പോലെ അല്ല എന്ന് പറയുകയാണ്. ദൈവസ്നേഹം അറിഞ്ഞ, ദൈവത്തെ സ്നേഹിച്ച, ദൈവസ്നേഹം അനുഭവിച്ച ആർക്കാണ് ദൈവസന്നിധിയിൽ പാപം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? എന്നാൽ വീണ്ടും ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ ഈ കേൾവിക്കാരുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്യുവാനായിട്ട് തുടരുകയാണ്. അവൻ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ നിന്നെ ഈ കലാലയത്തിന് മുന്നിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു പ്രാവശ്യം പോലും നീ അറിഞ്ഞ ദൈവത്തെ എന്നോട് നീ സംവേദിച്ചിട്ടില്ല. അതിന് 2 കാരണങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. നീ ലോകത്തിലെ ആരെയും തന്നെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നീ അറിഞ്ഞ ദൈവസ്നേഹം, നീ അറിഞ്ഞ രക്ഷയുടെ സുവിശേഷം നീ മറ്റുള്ളവരോട് സംവേദിക്കാതെ ഇരുന്നത്, നിന്നിലേക്ക് തന്നെ ഒതുങ്ങിയിരുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിനക്ക് നിന്റെ വിശ്വാസത്തിൽ ഒരു ഉറപ്പില്ല. നിനക്ക് നീ വിശ്വസിച്ച യേശു ക്രിസ്തുവിൽ ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ഈ സുവിശേഷം അല്ലെങ്കിൽ നിന്റെ ഈ വിശ്വാസം ഞങ്ങൾക്ക് പകർന്നു തരുവാനായിട്ട് സാധിക്കാത്തത്. വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് നിസ്വാർത്ഥനായ ഒരു ക്രിസ്തുവിനെയാണ്. അതെ, 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആരും നശിച്ചു പോകാതെ ഇരിക്കുന്നതിനു വേണ്ടി ദീർഘക്ഷമയോടുകൂടി ദൈവം കാത്തിരിക്കുകയാണ്, എല്ലാവരും മാനസാന്തരപ്പെടുന്നതിനു വേണ്ടി. അതെ, നാം അറിഞ്ഞ ദൈവത്തെ, നാം അറിഞ്ഞ ദൈവസ്നേഹത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ ക്രൈസ്തവ വിശ്വാസിയെ ഓർമ്മപ്പെടുത്തിയത്.